ഓട്ടോ തങ്കം തങ്കം ഓ എവിടെ ആ വന്ന അത്ര പെട്ടെന്ന് എന്താ എന്താ ഓ ഒന്നും പറയണ്ട ഓ ഒന്നും പറയണ്ട തങ്കം അവനെയൊക്കെ ഉണ്ടല്ലോ നല്ല കവളി മടൽ വെട്ടി അടിക്കണം തലേ ദിവസം എവിടെ പോയിട്ട് വന്നിട്ട് വീട്ടിന്റെ ടെറസിൽ കയറി കിടന്നുറങ്ങി ഇവര് വിളിച്ചിട്ട് തുറക്കാത്തോണ്ട് മേളിൽ പോയി കിടന്നുറങ്ങി ഫോൺ സ്വിച്ച് ഓഫ് ആയി പോയി ആശാൻ സുഖം ഉറക്കം ദൈവമേ നിങ്ങൾ എവിടം വരെ പോയി എവിടെ പോവാൻ മുനി ഈ പ്രദേശം മുഴുവൻ നോക്കി അൻസാറും റൊണാൾഡും കൂടെ ഒരു സൈഡ് നടരാജൻ വേറൊരു വഴിക്ക് ഞാൻ വേറൊരു വഴിക്ക് എന്തൊരു കഷ്ടമെന്ന് ആലോചിക്കണേ ബുദ്ധി വളരണില്ല ഇങ്ങനെ പോത്ത് പോലെ വളരണുണ്ട് എല്ലാം കണക്ക് നീ കഴിക്കാടുക്ക് ഇനിയിപ്പോ എന്തായാലും ഞാൻ ചോറ് കെട്ടിയത് അങ്ങനെ തന്നെ ഇരിക്കുന്നത് കഴിക്ക് മെനക്കെടുത്താനായിട്ട് കുറെ എണ്ണം ഇന്നത്തെ പകുതി ദിവസം പോയേ പാത്രം വേണം അത് ഇതിനകത്ത് തന്നെ കഴിക്കുന്ന പ്ലേറ്റിലോട്ട് പോയി എന്നാ കയ്യെടുത്ത് തങ്കം പിന്നെ വൈകുന്നേരം ഞാൻ ചിലപ്പോ അല്പം താമസിക്കും എന്തേ ഒരു ചെറിയൊരു ആവശ്യമുണ്ട് ഒരു പുതിയൊരു പരിപാടിയുടെ ഒരു തുടക്കം എന്ന നിലയിലേ അവള് വന്നിട്ടില്ല ഇത്ര നേരമായിട്ടും പെണ്ണ് ചോറ് വേണ്ടേ ആവോ മുത്ത് എവിടെ പോയത് അവൾക്ക് എന്തോ ഒരു ബുക്ക് കിട്ടിയില്ല എന്ന് പറഞ്ഞില്ലേ അതിവിടെ എന്തോ പൈസ കുറച്ച് കിട്ടും അത് നോക്കാൻ വേണ്ടിട്ട് ഈ പുസ്തകങ്ങളൊന്നും തീരണില്ലേ ഇനി എന്തോന്നാണിത് കഴിച്ചു എല്ലാം കൂടെ ഇതിലോട്ടം ഇടാം നീ കഴിച്ചാ ഞാൻ അവളും കൂടി വന്നിട്ട് കഴിക്കാം ഞാനാണെങ്കിൽ കുറെ ക്ലയന്റുകളെ പണമാര് ചില കേസൊന്നും ശർമ്മളയെ വന്നാ എവിടെ പോയിട് എങ്ങനെ പോയി മുത്ത നീ അവളെങ്ങനെ നടന്നാണോ പോയത് നിനക്ക് കൊടയുണ്ട ഒരു കൊട എടുത്ത് പിടിച്ചോണ്ട് പൊക്കോടെ അതാ വെയിൽ കൊണ്ട് കരിവാളിച്ച് എത്ര പറഞ്ഞാലും അറിഞ്ഞൂടാ അതെന്ത് പറഞ്ഞാലും കേൾക്കൂലല്ലോ നമ്മൾ എന്ത് പറയണം അതിന്റെ വിപരീതേ ചെയ്യുള്ളൂ വെയിൽ കൊള്ളാല്ല ഇപ്പോഴത്തെ വെയിൽ കൊണ്ടുകൂടാ ക്ഷീണാണ്ട് മുഖത്ത് ബുക്ക് മേടിച്ചിട്ട് എന്തേ തീർന്നോ ദൈവം തമ്പുരാൻ അതാ തീർന്നു പോയത് കൊറേ ക്യൂ ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ഇങ്ങനെ നടന്നു അടുത്ത ബസ് തീർന്നു പിന്നെ ഞാൻ ഇങ്ങനെ ഫോട്ടോസ്റ്റാറ്റ് എടുക്കാൻ കട അടച്ചു പോയി എനിക്ക് പിന്നെ ഇങ്ങനെ ഞാൻ കൂടെ ചെല്ലാന്ന് മലയാളത്തിൽ പറഞ്ഞത് അവളോട് ഇങ്ങനെ നടന്നു വന്നപ്പോഴേ എനിക്ക് തല ഇങ്ങനെ ചുറ്റു ഭയങ്കര ഞാൻ ഒന്ന് കിടന്നിട്ട് വരാം എനിക്ക് ഭയങ്കര ഒരു നെഞ്ചിരിച്ച് കഴിച്ചിട്ട് പോയി കിടക്കാൻ ഇത് വളർന്ന് ഡോക്ടറായിട്ട് ആളുകളെ നോക്കാനുള്ളതാണ് ഇതിനെ വയ്യാതെ പിന്നെ ഇനിയിപ്പോ ഇതിനെ നോക്കാൻ ഒരു ഡോക്ടറെ വയ്ക്കേണ്ടി വരും എന്നുള്ളതാണ് തൈരുണ്ടോ തൈരും കൊണ്ടല്ലേ ഇപ്പൊ മോരൊഴിച്ചത് ഉണ്ടാക്കിയത് മോരല്ലല്ലോ തൈര് കൊള്ളാം ടേസ്റ്റ് ഉണ്ട് എവിടെ പോയേ ബുക്ക് മേടിക്കാൻ പോയ വാങ്ങിച്ചോ എന്നിട്ട്
ഇല്ല ബുക്ക് മേടിച്ചില്ല. ബുക്ക് കിട്ടിയില്ല. കട അടച്ചു നീ വരച്ചു കഴിഞ്ഞാ? പാണ്ടേ വരച്ചില്ല, പക്ഷെ വീടും നീ ഫുഡ് കഴിക്കാനല്ലേ? ഇപ്പൊ ഫുഡ് കഴിക്കി. ഇല്ല, ചേച്ചിയും കൂടി ഒരുമിച്ച് കഴിക്കാം. ഇല്ല ഞാന് ജ്യൂസ് കുടിച്ചു. ഞാൻ ലേറ്റ്. നീ പോയി കഴിക്കും. സമയത്ത് കഴിക്കാനോ നിനക്ക്? ഇല്ലടാ പോയി കഴിക്കാൻ വരെ. എനിക്ക് ഭയങ്കര തലവേദന. അവിടുന്ന് വന്നപ്പോഴേ ഉണ്ട് തലവേദന. എന്റെ തല ചുറ്റും. ഞാൻ ഒന്ന് കിടക്കണം. നീ പോയി കഴിക്കും. എന്നിട്ട് പിന്നെ ഒന്ന് വരക്കിച്ചല്ലേ. മറന്നേ. ഓ ഹലോ. ഇതുവരെ സുനുവിന് ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷെ വരാൻ നോക്കണേ. പറഞ്ഞില്ല ഞാൻ വരണില്ല എന്ന്. സുലു ആന്റി വന്ന സത്യമായിട്ടില്ലല്ലോ. ഞാൻ ഇവിടെ കെട്ടി തൂങ്ങിച്ചു. പറഞ്ഞില്ല എനിക്കിതൊന്നും പറ്റാത്ത കാര്യങ്ങളാണ്. എനിക്ക് കാണണ്ട. ഇങ്ങനെ എനിക്കിത് വേണ്ട കേട്ടോ. സുലു ആന്റി വന്ന എന്തായാലും ഒരു കാര്യം തീരുമാനവും. പക്ഷെ ഇനി എനിക്ക് അത്ര പറയാം. സുലു ആന്റി എന്ത് പറഞ്ഞു? പുരുഷ നീ സമയത്ത് തിരിച്ചു വന്നിട്ട് വല്ല കാര്യമുണ്ടോ? നിന്നെ കാണാനും നിന്റെ അമ്മ വിളിച്ച് സങ്കടം പറഞ്ഞപ്പോൾ കീഴ്ക്കടകം, മേൽക്കടകം, ബ്രാഞ്ച് കമ്മിറ്റി, ജില്ലാതല കമ്മിറ്റി എല്ലാവരും നിന്റെ ഫോട്ടോ വെച്ച് കാണുവാനില്ലെന്നും പറഞ്ഞ് അവസാനം കനവ് മെച്ചപ്പെടുത്ത് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ പാരുന്നേ പോയിരുന്നെങ്കിലോ? പിന്നെ ഈ റോഡിൽ കിടന്ന് ഓടി അതോടെ പറയാൻ എൻ്റെ അടുത്ത്. ഞാൻ അൻസാരിക്ക, നടരാജന്, ക്ലീറ്റമ്മച്ചമ്പി എല്ലാവരും ഇതിനു വേണ്ടി എവിടെല്ലാം വണ്ടി തിരിച്ചു പോയെന്നറിയോ? എൻ്റെ വർഷത്തിൽ പണിയും കളഞ്ഞാൽ ഞാൻ പോയത്. ഉറങ്ങിപ്പോയോ? ആയിക്കോട്ടെ. ഇയാൾ അങ്ങനെ വീട്ടിൽ വന്ന് കയറുവാന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ട് കയറി കിടന്ന ഈ വല്ല പാടുണ്ട്. ആ തള്ള ഇങ്ങനെ രക്ഷയടിക്കുമോ? പുരുഷു ഞാൻ വല്ല വിളിച്ചാൽ പറയും കേട്ടോ. എന്തായാലും ഈ അടുത്ത സമയത്തൊന്ന് ക്ലീറ്റമ്മച്ചമ്മയുടെ മുമ്പിലോട്ട് ചെന്ന് കയറാൻ നിൽക്കണ്ട കേട്ടോ. എല്ലാവരും കലിപ്പി തന്നെ. പറ്റിപ്പോയോ? ഇയാൾ തോന്നുന്നത് എനിക്ക് കേൾക്കണ്ട. പൊന്ന് മനസ്സാർക്ക ഇങ്ങനെയുള്ള വാഴകൾ തന്നെ മൊത്തം ഡിലീറ്റില്ലേ. ദോ വരുന്ന അടുത്ത മരവാഴ. നല്ല ഉളുപ്പുണ്ടോ നോക്കിയിട്ട് പോലും. നിങ്ങൾ എന്തൊരു പണിയാണ് കാണിച്ചത്? പഠിച്ചു പോയില്ലല്ലോ. ഓ നീ ചെയ്ത പണി എന്താന്ന് നിനക്ക് അറിയത്തില്ലേ? നിനക്കറിയത്തില്ല? ഞാൻ പഠിച്ചു പോയില്ലേ? നീ ഞങ്ങൾക്ക് പണി തന്നല്ലോ. ഞാൻ എന്ത് ചെയ്തു? നീ ഒന്നും ചെയ്തില്ല. പുരുഷനെ തിരക്കി വെയിൽ മൊത്തം കൊണ്ട ഞങ്ങളല്ലേ. അപ്പൊ ഞാൻ കൊണ്ടുവരും മഴയല്ല. ഞാൻ വല്ല വിളിച്ചു പറയും. പുരുഷു വീട്ടിൽ വന്ന് മേളിൽ നിന്ന് കിടന്ന് ഉറങ്ങിയതിന് ശേഷം താഴെ വന്ന് അമ്മയോട് പറഞ്ഞപ്പോ അത് നിങ്ങളെ വിളിച്ചു പറഞ്ഞാണോ? വിളിച്ചു പറഞ്ഞു. എന്നിട്ട് ഇക്കട്ടത്തെ ആരെങ്കിലും നിങ്ങളൊന്ന് വിളിച്ചു പറഞ്ഞോ? ഞാൻ വിളിച്ചു പറഞ്ഞല്ലോ. എപ്പോ വിളിച്ചു പറഞ്ഞു? എന്ത് സമയം കഴിഞ്ഞ് ഞാൻ വിളിച്ചു പറഞ്ഞു? ഞാൻ വീട്ടിൽ മുത്തുലക്ഷ്മിയെ കുറെ കാര്യങ്ങൾ ഏൽപ്പിച്ചു. അതെല്ലാം തിരക്കെല്ലാം ഫ്രീ ആയപ്പോഴാണ് ഞാൻ വിളിച്ചു പറഞ്ഞത്. എന്തിനാണ് ഫ്രീ ആയപ്പോ വിളിച്ചു പറയാൻ പോയത്? ഇനി അവനെ പോലീസുകാരുടെ തിരക്കി വന്ന് പാർട്ടിയിൽ നിന്നും പുറത്താക്കി നാട്ടിൽ മൊത്തം പോസ്റ്റർ ഒട്ടിച്ച് പറഞ്ഞാൽ മതിയായിരുന്നല്ലോ. ഇങ്ങനെ ഒരു വേവും ചൂടും ഇല്ലാത്ത എന്താണ് സാർക്ക? ഇങ്ങനെ ആയിപ്പോയല്ലോടാ. നീ എന്റെ 2 വണ്ടി പണിക്ക് വന്നാ ഞാൻ ചെയ്യാതെ ഇറങ്ങിയത്. ഒരു വാക്ക് വിളിച്ചു പറഞ്ഞാൽ ഞാൻ ആ പണി പോയി ചെയ്യത്തില്ലായിരുന്നു. നീ കാണിക്കുന്ന മണ്ടത്തരങ്ങൾ കൊണ്ട് മടുത്ത് കേട്ടാ. ഇങ്ങനെ ഒരു സംഭവം ഇങ്ങനെ നടന്നു. എനിക്കിപ്പോ ഒരു കാര്യം മനസ്സിലായി. ക്ലീറ്റമ്മച്ചമ്പി പാർട്ടിയുടെ പ്രധാന കാരണം ഇങ്ങനെ മണ്ടത്തരങ്ങളാണ്. സഹിക്കാൻ വയ്യാതെ പാർട്ടിയിൽ നിന്ന് മാറിപ്പോയതാണ്. ഇനി മേല നീ എന്റെ ഒരു കാര്യത്തിൽ ഇടപെട്ടു പോലും കേട്ടല്ലോ. ആരെ കാണാതായാലോ അൻസാർ ചത്താ പോലും ഞാൻ ആരോടും വിളിച്ചു പറയില്ല. ഞാൻ മരിച്ചാ പോലും നിന്നെ പരിസരത്ത് അടുപ്പിക്കത്തില്ല. ചത്തേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ഞാൻ എന്റെ വീട്ടുകാരുടെ അടുത്ത് പറഞ്ഞു വെക്കും. ഞാനേ പോകുന്നു. ഇവിടെ നിന്നാ ഇവനെ കൊല്ലും. എന്തിനാണ് ഇങ്ങനെ കൂടുള്ളവരെ കൊണ്ട് ഇങ്ങനെ പറയിപ്പിക്കുന്നത്? എന്തായാലും ഞാൻ ഒരു കാര്യം തീരുമാനിച്ചു. ഞാൻ തമിഴ്നാട്ടിൽ പോയി വിജയനെ കണ്ട് വിജയുടെ AVK പാർട്ടി ഞാൻ ചേരും. കൺഗ്രാലേഷൻ. കറക്റ്റ് പാർട്ടിയുടെ പേര് നിങ്ങൾ കാണാതെ പഠിച്ചേട്ടെ. ശരി കഴിച്ചല്ലേ? വിശ്രമം കഴിച്ചു. എവിടുന്ന്? വീട്ടിൽ നിന്ന് മുത്തുലക്ഷ്മി ബീഫ് റോസ്റ്റ് ഉണ്ടാക്കി. ബീഫ് റോസ്റ്റ്. ഞാനും ഈ പരിപാടിക്ക് വേണ്ടിട്ട് കുറെ നേരം കൊണ്ട് വിശന്ന് നടക്കുന്നുണ്ടേ. ഒന്നും കഴിച്ചില്ല. വീട്ടിലോട്ട് പോയി ചെറിയ എടുക്കാൻ കാണുമോ?
ഉണ്ട്, പക്ഷെ അത് ഞങ്ങൾക്ക് രാത്രി കഴിക്കാനുള്ളത്. പൈസ വല്ലതും കാണും ഒരു ഊണ് പൈസ ഇടാം, മുത്തിന് ചിക്കൻ വാങ്ങിച്ചാൽ തന്നത് എന്നത്തേക്ക്? നാളത്തേക്ക്. നല്ല ഫാമിലി. പോട്ടെ. കണ്ടവനും നിന്നവനും എല്ലാം കോളടിച്ച് വായി നോക്കി ഇന്നവന്റെ വയറ് കാര്യം. മുത്തേ ചോറോടെ വിളമ്പി വെച്ചേക്കണേ. നീ എന്ത് ചെയ്യും സ്വപ്നം കണ്ടിരിക്കണേ? ചോറ് വിളമ്പി വെച്ചേക്കണ കഴിക്കാൻ. എനിക്കേ ഇപ്പൊ ഒരു വിശപ്പില്ല. എന്ത് വിശപ്പില്ലാത്തത്? കുറച്ചേമ്പ കഴിക്കാം. എന്തെങ്കിലും അമ്മ എവിടെ പോണേ? ഞാൻ ദേ പാത്രം കൊണ്ട് കൊടുക്കാൻ. എവിടെ? സുലി ചേച്ചിയുടെ അടുത്ത്. സുനാന്റെ അവിടെ? അവിടെ പോണ്ട. എന്താ അവിടെ പൊയ്ക്കൂടാ. എന്താ പൊക്കൂടാത്ത? അതെന്ന് വെച്ചാ അവിടെ ഇതുണ്ട്. അമ്മക്ക് ഇത്ര അറിഞ്ഞൂടെ അവിടെ പൊയ്ക്കൂടാന്ന്? അവിടെ ഇത് പാമ്പുള്ളല്ലേ? പിന്നെ പാമ്പെന്താ വഴി വന്ന് കിടക്കാം? വഴി ഇവിടെ ഇരുന്ന് ഞാൻ പറയട്ടെ. നീ ഒന്ന് പോയേ എന്റെ പൊന്നു മുത്തേ. സീരിയസ് കാര്യം ഞാൻ പറയട്ടെ. സീരിയസ് ആണ്. എന്താണ്? ഈ തക്കുടു സയ്യൊക്കെ എന്താണ് കളിക്കാൻ പോയപ്പോ പാമ്പിനെ കണ്ടെന്ന്. അവന്മാര് കാട്ടോട്ട് പോവരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോഴേ ഞാൻ വിചാരിച്ചാണ് ഇനി അങ്ങോട്ട് ആരും പോവണ്ടെന്ന്. അങ്ങോട്ട് പോവണ്ട. എന്തായാലും മാമ വന്ന് നമുക്ക് പാമ്പിനെ വിളിച്ച് ഇതാക്കിട്ട് പോയത്. അമ്മ പോവണ്ട. ഇപ്പൊ പോവണ്ട. പിന്നെ മാമ വന്ന് പാമ്പിനെ വിളിച്ചാ പാമ്പ് അല്ലേ ഈ സമയത്ത് എന്തിനാ ഓരോന്നൊക്കെ കൊടുക്കാൻ പോണേ? പിന്നെ അവരുടെ പാത്രം അവർക്ക് കൊടുക്കണ്ടേ? അവരൊരു സാധനം തന്നിട്ട് തിരിച്ചു കൊടുക്കാതെ ഇവിടെ വിശോണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ വിശക്കണ്. നീയല്ലേ അപ്പൊ പറഞ്ഞത് നിനക്ക് വിശപ്പില്ലാന്ന്? വിശപ്പില്ലായിരുന്നു. ഇപ്പം പാമ്പിന്റെ കാര്യം അങ്ങനെ കരച്ച് ടെൻഷൻ വന്നപ്പോ ഇനിയിപ്പം വിശക്കണം. ഫുഡ് കഴിച്ചിട്ട് എനിക്കിപ്പോ മിക്കവാറും തലവേന വരും. എന്നാ പോയെടുത്ത് തന്നെ അവിടെ വിളമ്പി വെച്ചേക്കുന്നു. ഇല്ല അമ്മ വാരിത്താ. ഇല്ല അമ്മ വാരിത്താ. അവിടെ ചോറ് വിളമ്പി മൂടി വെച്ചാൽ ഞാൻ ഈ പാത്രം എനിക്ക് വാരി തിന്നിട്ട് എത്ര നാളായി. അമ്മയ്ക്ക് ഇപ്പൊ എന്റെ അടുത്ത് എന്തെങ്കിലും സ്നേഹമുണ്ടോ? നീ എന്നോട് പറയാറില്ലല്ലോ വാരി തരണോന്ന്. അപ്പൊ ഇന്ന് വാരിത്താ. ഇന്ന് വാരി തരാൻ പറ്റില്ല. എന്താ പറ്റാത്ത? കൊഞ്ചല്ലേ മുത്തേ. നല്ല അമ്മ ഇന്ന് വാരിത്താ. അമ്മേന്റെ ചുമ്മാ ഇരുന്ന് ഞാൻ ഇത് കൊണ്ട് കൊടുത്തിട്ട് വരാന്ന്. ഇതാണ് അത്യാവശ്യം. എനിക്ക് വാരി തരാം. ഞാനാണ് അത്യാവശ്യം. സുലി തന്നെയാണ് അമ്മയ്ക്ക് അത്യാവശ്യം. ഇപ്പൊ പാത്രം കൊടുക്കില്ല അത്യാവശ്യം. പാത്രം പതുക്കെ കൊടുക്കാം. എനിക്ക് വാരി തന്നിട്ട് കൊടുത്താൽ മതി. ചക്കര ഒരു കഷ്ടമാണെന്ന് പറഞ്ഞ ദൈവമേ. എന്റെ അമ്മ എത്ര നാളെ അമ്മ വാരി തന്നാലും ഒരു ടേസ്റ്റ്. എനിക്ക് ഒരു പണിയില്ലാത്ത പോലെയാണ് ഇവിടെ കാണിക്കല്. പണി നിനക്ക് ദേ സാമ്പാറോ അവിയലും വേണോന്ന് പറഞ്ഞിട്ട് അത് രണ്ടും അതാ മാറി തിന്നാൻ എനിക്ക് പണിയുണ്ടെന്ന്. എനിക്ക് ആ ചേച്ചിക്ക് ആ പാത്രം കൊണ്ട് കൊടുക്കണം. ഇന്നാൾ ആ ചേച്ചി പറഞ്ഞ പാത്രം കൊണ്ട് തരുമ്പോഴത്തേക്കും അത് തിരിച്ച് തന്നെ ഇവിടെ എന്തെങ്കിലും ആവശ്യത്തിന് നോക്കുമ്പോ അന്നേരം ഉണ്ടാവൂല. ഒരു പാത്രമല്ലേ? എന്താ ഞാൻ കൊണ്ട് കൊടുക്കാതെ? എനിക്ക് സുൽ ചേച്ചിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട്. എന്ത് കാര്യം? എല്ലാ കാര്യവും നിന്നോട് അറിയണോ? അതുകൊണ്ടല്ലേ അവിടെ പാമ്പുണ്ട്. അല്ലെ തന്നെ ഇനി 2 ദിവസത്തേക്ക് അങ്ങോട്ട് പോകണ്ട അമ്മ. പോണ്ടെങ്കിൽ പോണ്ട. പാത്രത്തിനും കാട്ടും വലുത് അമ്മയാണ്. ഓ എന്റെ പൊന്നെ, അമ്മേനോട് സ്നേഹിക്കണ മോള്. എന്തെങ്കിലും സ്നേഹമില്ലേ അമ്മ അടുത്ത്? ഭയങ്കര സ്നേഹമാ. എന്താ അങ്ങനെ? ഇനി ഇങ്ങനെയുള്ള ആഗ്രഹങ്ങളൊക്കെ നീ കല്യാണം കഴിപ്പിക്കാറായി. ഇനി വാരി തരുന്ന ആൾക്കാർ വേണ്ട എന്നെ ചീത്ത വിളിക്കും. തോന്നിയാസങ്ങൾ ഓരോന്ന് കാണിച്ചു വെച്ചിട്ട് എന്റെ ചേച്ചി അതിനു വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ ഇവിടെ. ഇത്രയൊക്കെ മതി സംഭവിച്ചത്. ചേച്ചി പറയുന്നേ ചേച്ചി മര്യാദ. നീ ഇനിയിപ്പോ ഒന്നും പറയേണ്ട കാര്യമില്ല. ഞാൻ കണ്ടതാണല്ലോ. ഇത് എത്ര നാളായി തുടങ്ങിയിട്ടെന്ന് മാത്രം അറിഞ്ഞാ മതി എനിക്ക്. അല്ല അത് കുറച്ച് നാളായി. ആയല്ലോ. അല്ല അതിന് വേണ്ടിയുള്ള വിഷയമില്ല. ചേച്ചി എന്തിനാ ഇങ്ങനെ ചാടി കടിക്കാൻ? ചാടി കടിക്കും.
അവരറിയട്ടെ, ഇനി എല്ലാ കാര്യം എല്ലാരും അറിയട്ടെ. എന്റെ ചേച്ചി നെല്ല് സമാധാനത്തിൽ പറയുന്ന കേളാദ്യം. അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല. ഇത് ചേച്ചി ഇവിടെ തള്ളി പിടിച്ചോണ്ട് പോകുമ്പോഴത്തേന് അവര് വേറെ എന്തെങ്കിലും വിചാരിക്കൂല ഇത്. അല്ല, ഇത് വേറെ ഒന്നും ഇല്ലേ? ഒന്ന് വിചാരിക്കാൻ ഒന്നും ഇല്ലേ? അങ്ങനെ ഉണ്ടോന്ന് ചോദിച്ചാ ഉണ്ട്. ചേച്ചി പ്ലീസ്, ഞാൻ പറയുന്നത് കാര്യം നോക്കില്ലല്ലോ. നീ നിന്റെ കാര്യം നോക്ക്. നീ പോ, ഞാൻ പോയി പറഞ്ഞിട്ട് വരട്ടെ. അല്ല, നടക്കത്തില്ല. എന്റെ ചേച്ചി പറയുന്നത് മനസ്സിലായി. ചേച്ചി ഇപ്പൊ ഇത്രയും ദേഷ്യത്തോടെ പോയി കഴിഞ്ഞാൽ അവിടെ വേറെ വലിയ സീനാവും. സീനാവണമല്ലോ. ചേച്ചി എന്റെ കൂടെ ചേച്ചി നിൽക്കണ്ട. എന്തെങ്കിലും പ്രശ്നം വരുമ്പോ എന്റെ കൂടെ നിൽക്കണ്ട, അവരുടെ നിൽക്കണ്ടേ? ഈ ഒരു കാര്യത്തിന് നിന്റെ കൂടെ ഞാൻ നിൽക്കൂല. നിനക്കറിയാലോ തങ്കോ ഞാനും കൂടെ എന്തൊരു സ്നേഹമാണെന്ന്. നിന്റെ കാര്യത്തിൽ 100 പ്രാവശ്യം അവരും ഞാനും കൂടെ ഉടക്കായിട്ടുണ്ട്. അതറിയാമോ? വല്ല ചാതി സ്നേഹമായിട്ട് പോണ സമയത്ത് വീണ്ടും വീണ്ടും ഓരോ കുരിപ്പുണ്ടായിക്കൊണ്ട് വരുമോ അവൻ? ചേച്ചി എന്റെ കൂടെ നിൽക്കാൻ വേറെ ആരുമില്ല. ചേച്ചി മാത്രമല്ല. അപ്പൊ ചേച്ചി എന്റെ കൂടെ നില്ലേ ചേച്ചി? ഇതിന് നിൽക്കൂലല്ലോ. ഇതിന് നിൽക്കൂല. നീ ഇനി എന്തോ പറഞ്ഞാലും നിൽക്കൂല. എന്തോ വലിയ എന്തോ തെറ്റിയതോ ഇത് എല്ലായിടത്തും നടക്കുന്ന കേസല്ലേ ഇതൊക്കെ? ഈ വേറെ ആരെ വേണോ പ്രേമിച്ചോ കെട്ടിക്കോ, എനിക്ക് ഒരു കുഴപ്പമില്ല. ആ കൊച്ചിന്റെ കൂടെ വേണ്ട. അല്ല, അപ്പൊ ചേച്ചി എന്തായാലും അവിടെ പോയി പറയാൻ പറയും. എന്നെ സുലു ചേച്ചി സീരിയസ് ആയിട്ട് ഞാൻ ഒരു കാര്യം പറയാം. ചേച്ചി ചെന്ന് പറയുവാണെങ്കിൽ പിന്നെ ഈ വീട്ടില് ഈ ലല്ലു കാല് കുത്തൂല. അയ്യോ എന്റെ പൊന്നുമോ, ഇനി ഇങ്ങോട്ട് വരണ്ട. അത് തന്നെയാണ് എനിക്ക് ആവശ്യം. എന്റെ നീ വന്നിടത്തോളം മതി. ഒന്നും ആലോചിച്ചിട്ട് പോയി മാറിയില്ലടാ അങ്ങോട്ട്. ചേച്ചി ഒന്ന് പറയണം, മനസ്സിലാക്കി ചേച്ചി. ഇത് വലിയ വിഷയാവും ചേച്ചി. നീ ഇനി ഒന്നും പറയണ്ട. എനിക്കൊന്നും മനസ്സിലാവില്ല. ചേച്ചി ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പോയി. ഇല്ല, എനിക്ക് അറിഞ്ഞൂടെ ഇത് എന്തെല്ലാം പ്രശ്നത്തിൽ പോകുന്നു. ഇനി പോണു തീർന്നു. ഇനി കുറച്ച് നമുക്ക് കെട്ടിപ്പിടിച്ചോ. പോകണ്ടായിരുന്നു. എന്താ അമ്മയ്ക്ക് എന്നെ കെട്ടിപ്പിടിച്ചോന്ന് ഇങ്ങോട്ട് ഇറങ്ങിക്ക് ഇങ്ങോട്ട്. ഇവിടെ ഇരിക്കുന്ന ഞാൻ കഴുകി വെക്കാം. അതോടെ വെച്ചോ. അല്ലെങ്കിൽ തങ്കം ചേച്ചി അല്ല അമ്മ. ഓ വായോ. ഞാൻ അങ്ങോട്ട് ദേ വരാൻ വേണ്ടി തുടങ്ങുവായിരുന്നു. ഈ പെണ്ണ് വീടണ്ടേ? അവക്ക് അപ്പ ചോറ് വാരി തരണതേ. ചോറ് വാരി കൊടുത്തിട്ട് വന്നെ വരവാ. ഇരിക്ക്. എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. പറഞ്ഞ പോലെ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അവിടെ ചേച്ചിനെ കണ്ടില്ല. എവിടെ പോയിച്ച്? ഞാൻ വീട് വരെ ഒന്ന് പോയിരുന്നു. നിങ്ങത്തെ അമ്മയ്ക്ക് വയ്യേ? അല്ല, അമ്മയ്ക്ക് വയ്യാത്തല്ല. എൻ്റെ ഒരു കൂട്ടുകാരിയുടെ മോളെ തൊട്ടടുത്ത വീട്ടിലെ ഒരു പയ്യനുമായിട്ട് പ്രേമം. ഓ, വീട്ടുകാർക്ക് അറിയില്ലായിരുന്നോ? ഇല്ല, വീട്ടുകാരറിയാതെ ഇവര് കറങ്ങാൻ പോയി. അത് അവള് കണ്ട്. ആര് കണ്ട്? ആ കൊച്ചിന്റെ തള്ള. എന്നിട്ട് ഭയങ്കര കരച്ചിൽ എന്നെ ഫോണിൽ വിളിച്ചിട്ട്. ഓ, ഈ പെൺപിള്ളേരൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? കഷ്ടപ്പെട്ട് വളർത്തുന്നതല്ലേ. ചെറുക്കൻ എങ്ങനെയുണ്ട്? ചെറുക്കൻ ഈ പറയും പോലെ ഇപ്പോഴത്തെ പിള്ളേരല്ലേ, പറയാൻ പറ്റില്ല. പക്ഷെ ഇപ്പൊ ഈ പെൺപിള്ളേരാരും ഒന്നും നമുക്ക് അറിഞ്ഞൂടെ തങ്കം. നമ്മൾ വിചാരിക്കും എല്ലാം പാവം പാവമാണെന്ന്. പക്ഷെ അതിന്റെയൊക്കെ കയ്യിരിപ്പ് ഇങ്ങനെയാണേ. നേരെ ഈ പെൺപിള്ളേർ ഇങ്ങനെയൊക്കെ ചെയ്യേണ്ട വല്ല കാര്യമുണ്ടോ? എന്തായാലും കെട്ടിച്ചു വിടൂലേ. എന്ത് പറയാനാ കൈ കിട്ടും. അല്ല തങ്കം, എനിക്കൊരു കാര്യം കൂടെ പറയാനുണ്ടായിരുന്നു. എന്താ? അല്ല, എൻ്റെ ഒരു പാത്രം ഇവിടെ ഇല്ലേ? ദേ ഇരിക്കുന്ന പാത്രം. ഇത് കൊണ്ടുതരാൻ വേണ്ടിട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാണ് ദേ ഇവള് പിടിച്ചു നിർത്തിയത്. ഇരിക്കണണ്ടാ? ഇല്ല, ഞാൻ ഒന്ന് കൈ കഴുകട്ടെ. സുനാന്റെ എന്താ? താങ്ക്സ്. അടുത്ത് പറയാത്ത പറയില്ല. എന്ത് സത്യത്തിൽ എന്താ നിങ്ങളുടെ ഉദ്ദേശം? കാര്യം അവൻ എൻ്റെ അനിയനൊക്കെ തന്നെയാണ്. അവൻ നല്ലതും ഒക്കെയാണ്. പക്ഷെ നിന്റെ വീട്ടിൽ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നണുണ്ടോ? എന്തായാലും മോളൊരു ഡോക്ടറാവും പഠിച്ച്. അപ്പൊ പിന്നെ അവർക്ക് ആഗ്രഹം കാണൂല ഒരു ഡോക്ടറെ കൊണ്ട് കെട്ടിക്കണമെന്നൊക്കെ. അപ്പൊ ഇതും കൊണ്ട് അങ്ങോട്ട് ചെന്ന് അവർ സമ്മതിക്കുമെന്നാണ് അതിൻ്റെ. കനക സാറ് എല്ലാവരും അറിഞ്ഞ എന്തായാലും ഇവിടെ ഭയങ്കര ഒരു പ്രശ്നം ഉണ്ടാവും. അറിയാലോ, ലല്ലുവിനെ അവർക്ക് ഇഷ്ടമല്ല. അതിനെക്കാട്ടി നല്ലത് ഇപ്പൊ തന്നെ നീ നല്ല ഇരുന്നൊന്ന് ആലോചിച്ച് എന്തെന്ന് വെച്ചാൽ തീരുമാനം എടുക്കുക. ഞാനായിട്ട് അവരോടൊന്നും പറയാൻ പോണില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. അവസാനം ദുഃഖിക്കരുത്. ഇല്ല,